ഇവിടെ സമൂഹത്തിനും സർക്കാരിനും ജനങ്ങൾക്കും വേണ്ടി ഏറെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി വിമുക്ത ഭടന്മാരുടെ സഹജമായ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അതിർത്തിയിലും മറ്റ് ദുർഘടങ്ങളായിട്ടുള്ള ഇടങ്ങളിലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിച്ചേരുന്ന വിമുക്ത ഭടന്മാർക്ക് കൃത്യമായ രീതിയിലുള്ള പുനരധിവാസ സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് കേരള സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമാണ്. ആ നയത്തിന് ആനുപാതികമായ വിധത്തിൽ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതും നാം സ്വീകരിച്ചു പോരുന്ന ഒരു സമ്പ്രദായമാണ്. കേരളത്തിലെ NCC അത്തരത്തിൽ ധാരാളം വിമുക്ത ഭടന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. വാസ്തവത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് യുവജനങ്ങളുടെ കർമ്മശേഷിയും അവരുടെ ഊർജ സമ്പത്തും ആദർശ പ്രേരിതമായിട്ടുള്ള പ്രായത്തിന്റെ പ്രത്യേകതകളുമെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ആലോചനയിൽ നിന്ന് പിറവികൊണ്ട ഒരു പ്രസ്ഥാനമാണ് NCC. ആ ഒരു വിശാലമായ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ കാഴ്ചപ്പാടുകൾ തീർച്ചയായും ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ സംവിധാനത്തിനകത്തേക്ക് കടന്നു വരുന്ന ജീവനക്കാരുടെ ജീവിത ഭദ്രതയും അവരുടെ അവകാശ സംരക്ഷണവും അതിന്റെ ഭാഗമായി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരള NCC സിവിലിയൻ സ്റ്റാഫ് അസോസിയേഷൻ രൂപീകൃതമായിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ഭരണം സർക്കാർ ജീവനക്കാരിലൂടെ, സർക്കാർ സംവിധാനത്തിലൂടെ എന്ന ഒരു മുദ്രാവാക്യം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് ശരിയാണതായി. NCC കാര്യം എന്തൊക്കെ തന്നെയായാലും പഴയ മിലിറ്ററി സംവിധാനത്തിന്റെ ബ്യൂറോക്രാറ്റിക് സ്വഭാവത്തിൽ നിന്ന് മോചിതമായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ബ്രിട്ടീഷ് വാഴ്ചയുടെ കാലത്തുള്ള വളരെ ഹൈറാർക്കിക്കലായ ശ്രേണീബദ്ധമായ ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതി സമ്പ്രദായമാണ് അതിന്റെ ഭരണനിർവഹണമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് ആചാര നിബദ്ധമായിട്ടുള്ള ശീലങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും കാലാനുസാരിയായിട്ടുള്ള പരിഷ്കരണങ്ങൾ അതിലൊക്കെ വരണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആള് തന്നെയാണ് ഞാനും. ജനാധിപത്യപരമായിട്ടുള്ള രീതി നമ്മുടെ NCC പോലുള്ള സംവിധാനങ്ങളിൽ കൊണ്ടുവരാനും കുറെ കൂടി തുറന്നതും അയഞ്ഞതുമായിട്ടുള്ള ഒരു സമീപന രീതി അവിടെ ആവിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലുമൊക്കെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സവിനയം പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ തുടക്കകാലത്ത് 20,000 പേരാണ് NCC കാഡറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ആരംഭിക്കുമ്പോൾ. ഇപ്പൊ അത് 1,00,000-ൽ പരമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു വർധനവിന് ആനുപാതികമായ നിലയിൽ സ്റ്റാഫില്ലാത്ത അപര്യാപ്തത തീർച്ചയായും ഉണ്ട് എന്ന് ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല ഫയലുകളും നമ്മുടെ മുന്നിലെത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്നെടുത്ത് വേറെ സ്ഥലത്തേക്ക് വിന്യസിക്കുക എന്നുള്ള സമ്പ്രദായമാണ് സ്വീകരിച്ചു പോരുന്നത്. സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ കൂടുതൽ തസ്തിക സൃഷ്ടിക്കുക എന്നുള്ളത് നമുക്ക് ദുഷ്കരമായ കാര്യമാണ്. എങ്കിലും നിങ്ങളുടെ സംഘടനയുടെയും പൊതുവിലുള്ള നമ്മുടെ ആവശ്യത്തെയും മുൻനിർത്തി ആ ഒരു കാര്യം ഫിനാൻസ് വകുപ്പിലേക്ക് അയക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെ നിന്ന് എത്രത്തോളം അതിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോ വയ്യ. എന്തായാലും നമുക്ക് അതിന് പരിശ്രമിക്കാം. നിങ്ങളുടെ മറ്റൊരാവശ്യം, നിങ്ങളുടെ മാത്രമല്ല NCC എന്ന സംവിധാനത്തിന്റെ മറ്റൊരാവശ്യമാണ് കൂടുതൽ മേഖലകൾ, കൂടുതൽ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോ തെക്കോട്ടാണ് അതിന്റെ ഒരു സാന്ദ്രത കൂടിയിരിക്കുന്നത് അല്ലെ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, പിന്നെ കോഴിക്കോട് ഒറ്റ ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അതിന് പകരമായിട്ട് നമുക്ക് കുറെ കൂടി
ആ കേന്ദ്രീകൃത സ്വഭാവം മാറ്റി തീർക്കാവുന്ന രീതിയിൽ വടക്കൻ മേഖലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശോധനയും നമുക്ക് തീർച്ചയായും നടത്താൻ കഴിയും. പ്രത്യേകിച്ച് യൂണിറ്റുകളുടെ എണ്ണം കൂടി വരുമ്പോൾ അതിന് ആനുപാതികമായ നിലയിലുള്ള ക്രമീകരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്ന് പറയും, എറണാകുളം എന്ന് പറയുമ്പോൾ അത് അടുത്ത് നിൽക്കുകയും അപ്പുറത്ത് കോഴിക്കോട് മാത്രമായി നിൽക്കുകയും ചെയ്യുക എന്നുള്ള ആ ഡിസ്പാരിറ്റി ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് ശ്രമിക്കാം എന്ന് കൂടി ഞാൻ ഉറപ്പു തരാം. സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വേഗം അതിന് ഒരു കമ്പ് പെട്ടെന്ന് ഒടിച്ചു കളയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കമ്പ് ഒരുമിച്ച് കൂട്ടിക്കെട്ടുമ്പോൾ അത് പെട്ടെന്ന് ഒടിച്ചു കളയാൻ പറ്റില്ല. അതാണ് സംഘടനകളുടെ പ്രസക്തി. ജോലി ചെയ്യുന്നവർക്ക് ആ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള അവകാശങ്ങൾ, വേതന സേവന സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടന പരിശ്രമിക്കുന്നത്. അതാണ് മുഖ്യ ഉദ്ദേശമെങ്കിൽ പോലും കടമകൾ മറക്കാതെ ഉത്തരവാദിത്വപൂർവ്വം മുന്നോട്ട് പോകുക എന്നുള്ളത് വിമുക്ത ഭടന്മാരായ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പൊതുവിൽ ആ തൊഴിൽ അച്ചടക്കം പാലിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും തന്നെ. The organizations that are helping us to
ശിലാപാളികൾ കൊണ്ടൊരു